അമേരിക്കയിൽ ഒരു സർവേ വന്ന് അടുത്ത വീഴാൻ പോകുന്ന മുല്ലപ്പെരിയാറാണ്. ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കൊത്തിവലിക്കുന്ന പാമ്പുകൾ. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് അറ്റ് ഇൻ യുവർ ഐസ്. നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണാത്ത ഒരു മഹാവ്യാധി ഉണ്ടാകും. നേപ്പാളിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. 3.25 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രനിലേക്ക് ഒരു പേടകം അയച്ചു. ചന്ദ്രയാൻ 3. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 45 ലക്ഷം. പുറകെ ചെങ്കുളം, അടുത്തത് പന്നിയാർ, 3 ഇടുക്കി, 4 അണക്കെട്ട് പൂടിഞ്ഞു പോരും. സ്വോത്രം. ഒരു മനുഷ്യന്റെ ജനനത്തിന് മുൻപേ മുതൽ അവന്റെ അമ്മയുടെ ഉദരം മുതൽ അവന്റെ മരണം വരെയും മരണം കഴിഞ്ഞുള്ള ജീവിതം നിത്യത വരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശുവിന്റെ സ്നേഹമാണ്. എങ്കിലും വചനവുമായി നിങ്ങളുടെ നടുവിൽ എളിയവന് നിൽപ്പാൻ കൃപാലുവായ ദൈവം ഒരു ദിനം കൂടി തന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടുത്തെ ദൈവസഭയും കർത്തൃദാസനും കുഞ്ഞുങ്ങളും തീരുമാനിച്ച കൺവെൻഷൻ്റെ ഈ ദിനങ്ങളിൽ തന്നെ വചനപ്രഘോഷണത്തിന് 3 ദിവസവും ക്ഷണിച്ച ബഹുമാനപ്പെട്ട യേശുദാസൻ പാസ്റ്റർ, അദ്ദേഹത്തിനോട് കൂടെയുള്ള കുഞ്ഞുങ്ങൾ, കർത്താവിൻ്റെ വേലക്കാർ എല്ലാവരെയും ഓർക്കുന്നു. ദൈവം ഈ മക്കളെല്ലാം ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. രാത്രി യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ബഹുമാന്യദാസൻ, പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സഹായിച്ച കർത്താവിൻ്റെ വേലക്കാർ, കടന്നു വന്ന കുഞ്ഞുങ്ങൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ തന്നെ രാത്രി അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ സഹോദരൻ പാസ്റ്റർ സ്റ്റാൻലി ബോബി, അതുപോലെ കീബോർഡ് വായിക്ക് ഷിജു, ഇവരെല്ലാം ഓർക്കുന്നു. ഏറെ പതിറ്റാണ്ടുകളായി കർത്തൃവേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ സഹോദരങ്ങളാ ഇവിടെ ആയിരിക്കുന്നത്. അവരോടൊപ്പം ഇന്ന് രാത്രി വീണ്ടും ഒരു വേദിയിൽ കൂടി നിൽപ്പാൻ നല്ലവനായ ദൈവം അവസരം തന്നു. ഏറെ നാളുകൾക്ക് മുമ്പ്, ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട യേശുദാസൻ പാസ്റ്ററിനോട് ഇങ്ങനെ ഒരു കാര്യം പറയുകയും ഈ ഒരു ഡേറ്റ് കർത്താവിൻ്റെ ദാസന് കൃപയാൽ കൊടുക്കുവാനും ഇടയായി. തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ പെരുമഴ പെയ്യുന്നു. കാട്ടാക്കടയ്ക്ക് ഇപ്പുറത്തും മഴയുണ്ട്. കൃപയാൽ മണ്ഡപത്തിന് കടവ് കഴിഞ്ഞപ്പോൾ വലിയ മഴയൊന്നുമില്ലാതെ ദൈവം കാത്തു. ഇവിടുത്തെ മഴ അഡ്വാൻസായിട്ട് നേരത്തെ പെയ്ത് പോയി കഴിഞ്ഞു. അതിനായി ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നേരത്തെ നമുക്ക് ഇരിപ്പിടവും കാര്യമെല്ലാം ശരിയാക്കിയത് കൊണ്ട് മഴ നേരത്തെ പോയി. അതുപോലെ തന്നെ ഇത് വീഡിയോ കവറേജ് ചെയ്യുന്ന കർത്താവ് ബഹുമാന്യ രാജു ബ്രദർ ഇവിടെ ആയിരിക്കുന്നു. അനവധി ദൈവ കുഞ്ഞുങ്ങൾ ചെമ്പൂരിലുള്ളതുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുമാരണ്ണനൊക്കെ ഈ യോഗത്തിലായിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചെമ്പൂരിൻ്റെ വിവിധ വഴിത്താരകളിൽ, ഓരോ വീതികളിലും, വീട്ടുമുറ്റങ്ങളിലും, സഭകളുടെ മുമ്പിലും എല്ലാം നിന്ന് പ്രസംഗിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. കഴിഞ്ഞ വർഷങ്ങളിൽ മഞ്ചങ്കോട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷനിലും 2 ദിവസം പ്രസംഗിച്ചായിരുന്നു. ഈ ഭാഗമായിരുന്നു ഒന്ന് ഒഴിഞ്ഞു കടന്ന്. എന്തായാലും ഇവിടുത്തെ മരങ്ങളും വചനം കേൾക്കാനിടയായി തീർന്നു. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ റബ്ബറും തോട്ടങ്ങളും മരച്ചീനിത്തോട്ടങ്ങളും എല്ലാം സുവിശേഷ പ്രസംഗം കേട്ടു. എന്തായാലും ഇവിടെ മാത്രമേ ബാക്കി കേൾക്കാനുള്ളൂ. എല്ലാ സ്ഥലവും സുവിശേഷം എത്തിക്കുക. ദൈവം കർത്തൃദാസനെ അതിന് ബലപ്പെടുത്തിയല്ലോ. ദേശമേ ദേശമേ യഹോവയുടെ വചനം കേൾക്കാം. അതുകൊണ്ട് ഭവനത്തിൻ്റെ മുറ്റത്തിൽ നമുക്കേവർക്കും ഈ ഒരു 3 ദിനങ്ങൾ അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ദിനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കസേരകൾ കൂടി ഒഴിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾ അടുത്തുള്ളവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഈ യോഗത്തിന് വരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ചങ്കോട് പ്രസംഗിച്ചപ്പോൾ വിവിധ സഭകളിലുള്ളവരെല്ലാം അവിടുത്തെ കൺവെൻഷൻ വന്നായിരുന്നു. ആരും വിഷമിക്കേണ്ട. ഞാൻ ആരെയും ഒരു കാര്യവും പറയത്തില്ല. അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റിൻ്റെ കാര്യമേ പറയത്തുള്ളൂ. സ്വോത്രം. അതുകൊണ്ട് ആർക്കും വന്ന് ഈ കൺവെൻഷനിൽ സംബന്ധിക്കാം. അതുകൊണ്ട് ചില കസേരകൾ കൂടി ഒഴിഞ്ഞു കിടപ്പുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വരണം. ഇന്ന് രാത്രി ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ നേപ്പാളിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. അതിനെപ്പറ്റി, പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റിയും ഇന്ന് രാത്രി കഴിഞ്ഞ 2 ദിവസമായി പേപ്പറിനകത്ത് നല്ലതുപോലെ വാർത്തയുണ്ട്. ഇന്ത്യയുടെ, നമ്മുടെ ഇപ്പോഴത്തെ ഏഷ്യാനെറ്റിൻ്റെ തലവനായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ബ്രിട്ടനിലായിരിക്കുക. റോബോട്ട് മനുഷ്യനെ കൊല്ലാൻ പോകുന്നൊരു ഭയങ്കര പേടി. 52 രാജ്യക്കാർ ബ്രിട്ടനിൽ നോക്കിക്കൊണ്ടിരിക്കുക. റോബോട്ടിനെ ഉണ്ടാക്കാനും പോയി, ഇപ്പോൾ പെട്ടിക്കകത്തവനെ കയറ്റാനും വയ്യ. ഇപ്പോൾ എങ്ങനെ ഇവൻ മനുഷ്യനെ കൊല്ലുമെന്ന് പേടിച്ച് അതിനെപ്പറ്റി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസവും മഞ്ചങ്കോട് ഞാൻ റഷ്യ, ഉക്രൈനും ഇസ്രയേൽ, ഗാസ സംഘടനമാർ 2 രാത്രി പ്രസംഗിച്ചു. അതിൻ്റെ 3ാം ഭാഗം അവസാന രാത്രി കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് നടക്കുന്ന അന്തിമ യുദ്ധത്തിൻ്റെ ഭാഗങ്ങളായിരിക്കും പ്രസംഗിക്കുന്നത്. ആരും വിഷമിക്കരുത്. ഞാൻ അന്നേ അവിടെ പറഞ്ഞു, അവിടെ പ്രസംഗിച്ചത് ഇവിടെ പ്രസംഗിക്കത്തില്ല. അതുകൊണ്ട് ചിലർ വിചാരിക്കുക അത് തന്നെ പറയുന്നുണ്ട് വീട്ടിലിരിക്കുകയെന്ന്. വിഷമിക്കുക വേണ്ട. സ്തോത്രം. ആ ഭാഗമല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗവും ഇപ്പോൾ നേപ്പാൾ ഭൂകമ്പവും അതുപോലെ തന്നെ റോബോട്ടിനെ പ്രതി 52 രാജ്യങ്ങൾ ബ്രിട്ടനിൽ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അതിനെ അടിസ്ഥാനപ്പെടുത്തി ബൈബിളും അന്ത്യകാല സംഭവങ്ങളുമായിരിക്കും പ്രതിപാദിക്കുന്നത്. ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു വ്യക്തികൾക്കോ ഒന്നും എതിരല്ല ഈ സുവിശേഷ പ്രഭാഷണങ്ങൾ. ഞങ്ങളുടെ ആഗ്രഹം ചിലമ്പറയും തവരുകോണവും എല്ലാവരും കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം.
അവർ നിത്യതയുടെ കവാടത്തിലെടുക്കപ്പെടണം. സമാധാനപരമായ കുടുംബജീവിതം നയിക്കണം. സ്വസ്ഥതയുടെ ഗ്രാമമായി ഈ ദേശം മാറണം. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ സുവിശേഷവും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏവർക്കും കടന്നു വരാൻ സഹകരിക്കുക. ഇന്ന് രാത്രി 9 വാക്യങ്ങൾ വായിക്കും. ഇടയ്ക്ക് ഇടവേളകളൊന്നുമില്ല. കുഞ്ഞുങ്ങൾ വായിച്ച് സഹായിക്കും. അവസാനം ഒരു പാട്ട് പാടി ആരാധിക്കും. അത്യാവശ്യം ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഈ രാത്രി യോഗ അവസാനിപ്പിക്കുന്നത്. ശ്രദ്ധയോടെ ആയിരിക്കണം. അതുകൊണ്ട് ബൈബിളിലേക്ക് നമുക്ക് കടന്നു വരാം. അത് പിന്നെ 9 വാക്യങ്ങൾ ഇവിടെ വായിക്കുമ്പോൾ തന്നെ അനവധി വാക്യങ്ങൾ ഈ വായിക്കാത്തത് കാണും. അതോടെ നിങ്ങൾക്ക് നോട്ട് ചെയ്യത്തക്കോണം ക്രമീകരണത്തോടെ ആയിരിക്കണം. സുന്ദരമായ ലോകം, 7 വൻകര, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, 262 ലോകത്തിലെ രാഷ്ട്രങ്ങൾ, 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ കടക്കുന്നു. ചൈനയെ കടത്തിവിട്ട് ഇന്ത്യ 145 കോടി ജനങ്ങളിലേക്ക് ഇന്ന് ഇന്ത്യ യാത്ര ചെയ്യുന്നു. നാളെ എന്ത് ഭവിക്കുമെന്ന് ഇവിടെ ആർക്കും പറയാൻ വയ്യ. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ഗാസ ഇസ്രായേൽ സംഘടനം, അമേരിക്കയിലാന്ന വെടിവെപ്പ്, ബൈഡന് സ്വസ്ഥതയില്ല. കാനഡയിൽ സിഖുകാരെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കമാൻഡോകളെ വിട്ട് സിഖുകാരെ കൊന്നതോടുകൂടി കാനഡ ഇന്ത്യയായിട്ട് ഭയങ്കര പ്രശ്നം. അത് കഴിഞ്ഞ് ബ്രിട്ടനിൽ അതിലും വലിയ വിഷയം. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ പ്രതികൂലമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിലാണെങ്കിൽ റബ്ബർ വെട്ടിയെങ്കിലും മനുഷ്യൻ ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്നും മഴയാ, റബ്ബറിൽ നിന്ന് ഒരു തുള്ളി കറയും കിട്ടുന്നില്ല. സ്വോത്രം. സർക്കാരിലോട്ട് കാശുമില്ല. ഓരോ രാജ്യങ്ങൾ ഇങ്ങനെ പ്രതിസന്ധിയിൽ, കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ, അതുപോലെ തന്നെ തൊഴിൽ മേഖല പ്രതിസന്ധിയിൽ. ഇപ്പോൾ ഉറക്കമില്ലാത്ത ദിനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അല്പമെങ്കിലും ഒരു നേരം സമാധാനത്തോടെ കിടക്കുന്നത് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഓരോ 100 വർഷത്തിനിടയ്ക്കും ഒരു മഹാവ്യാധി വരും. അതായിരുന്നു ഈ കോവിഡ്. നാം കണ്ടു. 2.5 വർഷത്തോളം എവിടെ തൊട്ടാലും വൈറസ് ആയിരുന്നു. നോട്ടിനകത്ത് വൈറസ്, പാൽ പാക്കറ്റിനകത്ത് വൈറസ്, വണ്ടിയുടെ കമ്പി തൂങ്ങിയാൽ വൈറസ്, എവിടെ തൊട്ടാലും വൈറസ്. വസ്ത്രത്തിനകത്ത്, സ്കൂട്ടറിൻ്റെ ഹാൻഡില്, അവിടെയെല്ലാം വൈറസ് കയറിയപ്പോഴും ഈ രാത്രി വൈറസ് കയറാത്ത ഒന്ന് നമ്മുടെ കരങ്ങളിലുണ്ട്. അതിൻ്റെ പേരാ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഇന്ന് രാത്രി വചനത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം. 1800 ഒരു മഹാവ്യാധി ഇവിടെ വന്നു. ആ മഹാവ്യാധിയായിരുന്നു പ്ലേഗ്. മനുഷ്യകുലത്തെ മുച്ചൂട് മുടിച്ച് അനേകം പേരെ തകർത്ത് കളഞ്ഞ മഹാവ്യാധിയായിരുന്നു പ്ലേഗ്. അത് കഴിഞ്ഞപ്പോൾ 917 3 സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നടന്നു. 917 ഇവിടെ ഒരു മഹാവ്യാധി ആഞ്ഞടിച്ചു. അതിൻ്റെ പേരെന്ന് സ്പാനിഷ് ഫ്ലൂ. 1000കണക്കിന് പേരെ കൊന്നുമുടിച്ചു. 917 ആദ്യമായി യഹൂദൻ മടങ്ങി വരുന്നത്. 1516 മുതൽ 917 വരെ തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യം ലോകത്തെ പിടിച്ചടക്കിയപ്പോൾ ആദ്യത്തെ ആറ്റം ബോംബ് ചിയാം വൈസ്മാൻ ഗ്രനേഡ് ഉണ്ടാക്കി. യഹൂദ ശാസ്ത്രജ്ഞൻ്റെ നിലവിളിയുടെ മുൻപിൽ അവർക്ക് ആദ്യമായി തുർക്കിയുടെ അധീനതയിൽ നിന്ന പട്ടണത്തിൽ നിന്ന് ഇസ്രയേലിലേക്ക് മടങ്ങി വരുവാൻ ആദ്യത്തെ അവസരം 917. അതായി അത്തിച്ചടി കുഴിച്ചു വച്ചത്. അതാണ് ഈ കോളേജുകളിലും രാഷ്ട്രീയക്കാരുമെല്ലാം വിളിച്ച് പറയും ബാൽഫോർഡ് ഡിക്ലറേഷൻ, ആർതർ ബാൽഫോർഡ് വിളംബരം. 917 നവംബർ 11 രാത്രി 15 മൂന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നിർണായകമായി ആദ്യമായി ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നത് എന്താണെന്നറിയാമോ? 917 മെയ് മാസം 1-ാം തീയതിയാണ്. അതാ ഇവിടുത്തെ തൊഴിലാളികളുടെ ദിനമെന്ന് വിശേഷിപ്പിക്കുന്നത്. മോസ്കോയുടെ തെരുവീതിൽ യഹൂദനായ കാറൽ മാർക്സിൻ്റെ കയ്യിലിരുന്ന ലഘുലേഖകൾ വായിച്ചുകൊണ്ട് സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുകയും സംഘടിച്ച് ശക്തരാകുകയും റഷ്യയിലെ സാർ ചക്രവർത്തിമാരെ തകർത്തുകൊണ്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം 917. കർത്താവിൻ്റെ വരവിൻ്റെ 3 ലക്ഷണങ്ങൾ. നമ്പർ 1 ഒരു മഹാവ്യാധി. നമ്പർ 2 അത്തിയാകുന്ന യഹൂദൻ കുഴിച്ചു വെക്കപ്പെടുന്നു. 3 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം. ഇതാ യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൻ്റെ നിവർത്തിയായി 917. 2019 ഒക്ടോബർ മാസം ചൈനയിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ്, അൺസീൻഡ് വൈറസ്, ലോകത്തിൻ്റെ താളഗതികളെ മാറ്റപ്പോൾ ഇന്ന് രാത്രി ഇതൊരു ബൈബിൾ പ്രവചനത്തിൻ്റെ നിവർത്തിയാണ്. മത്തായി 24-21 ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. അന്ത്യദിനങ്ങളിലേക്ക് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് അറ്റ് ഇൻ യുവർ ഐസ്. നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണാത്ത ഒരു മഹാവ്യാധി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ കോവിഡാനന്തര ലോകം, കർത്താവിൻ്റെ വരവ്, അതിനാസ്പദമായി
കോവിഡ് ഇവിടെ അവസാനിക്കുമ്പോഴും ഇന്ന് രാത്രി മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഉയരങ്ങളിലേക്ക്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം 3.25 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രനിലേക്ക് ഒരു പേടകം അയച്ചു. ചന്ദ്രയാൻ 3. അതിനകത്ത് വിക്രം ലാൻഡർ, ഒരു റോക്കറ്റിനകത്തുനിന്ന് 36 ഉപഗ്രഹങ്ങൾ അതിനകത്ത് വിക്ഷേപിക്കപ്പെട്ടു. വിക്രം ലാൻഡർ അവിടെ ഇറങ്ങി ISROയ്ക്ക് പടം അയച്ചു കൊടുത്തു. എവിടെ? ചന്ദ്രൻ 2. ഇന്ന് രാത്രി നമ്മുടെ തവരുകോണം കൺവെൻഷനിലിരിക്കുമ്പോൾ 15 കോടി കിലോമീറ്റർ ദൂരെയുള്ള സൂര്യനെ പഠിക്കുവാൻ ആദിത്യ എന്ന് പറയുന്ന വേറൊരു പേടകത്തെ ഇന്ത്യ അയച്ചു കഴിഞ്ഞു. ഏകദേശം 110 കിലോമീറ്റർ അന്തരീക്ഷത്തിൽ യാത്ര ചെയ്ത് അവിടെ നിന്ന് സൂര്യനെ പറ്റിയുള്ള പഠനം ഇപ്പോഴും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് 2025 ചൊവ്വയിലേക്ക് മനുഷ്യൻ കടക്കാൻ പോകുന്നു. 15 കോടി കിലോമീറ്റർ അല്ല, 5.25 കോടി കിലോമീറ്റർ 125 ഡിഗ്രി സെൻറ്റിഗ്രേഡുള്ള ചൊവ്വയിലേക്ക് പേടകത്തിനകത്ത് മനുഷ്യൻ അവിടെ എത്താൻ പോകുന്നു. പാലക്കാടുകാരി ലേഖ ശ്രദ്ധ, തിരുവനന്തപുരംകാരൻ പൂജപ്പുര സ്വദേശി രാകേഷ് റഷ്യയിലെ ബൈക്കന്നൂർ ബഹിരാകാശ കേന്ദ്രത്തിൽ ഇപ്പോൾ അവർ ഡ്രസ് ഇട്ട് പോകാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബാംഗ്ലൂരിൽ ISRO ചെന്നിട്ട് പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ശൂന്യാകാശത്തിൽ ഒരു സ്റ്റേഷൻ സ്ഥാപിക്കണം. ചെമ്പൂരിലെ തട്ടുകടയുടെ കണക്ക് മേളി ആകാശത്തിൽ ഒരു സ്റ്റേഷൻ സ്ഥാപിക്കണം. സ്വോത്രം. ISROക്കാരെടുത്ത് പറഞ്ഞു, ബൈബിളിനകത്തുണ്ടോ? കോവിഡിൻ്റെ മറവിൽ ഇതെല്ലാം നടക്കും. ലൂക്കോസ് 21:25 നിങ്ങളുടെ ബൈബിളിൽ ഇതുണ്ട്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക്. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസിമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സമാധാനമെല്ലാം കുറഞ്ഞു കഴിഞ്ഞു. നമ്പർ 1. നമ്പർ 2 ഒരു കാര്യം പറഞ്ഞു ബൈബിളിലേക്ക്. ഇന്ന് രാത്രി കോവിഡാനന്തര ലോകം ഇന്ന് വാഹനങ്ങൾ പെരുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കറിയാം, ചെമ്പൂർ വെള്ളറുടെ ഒറ്റശേഖരമംഗലം മണ്ണാങ്കോണമൊക്കെ പണ്ട് 4 ബൈക്കും രാത്രി 9 കഴിഞ്ഞാൽ പിന്നെ ഒരു ബസ്സും ഇല്ല, വല്ലപ്പോഴും ഒരു തടിലോറിയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്ന് പകലത്തേക്കാൾ കൂടുതൽ വാഹനങ്ങൾ ഈ റൂട്ടിൽ ഓടുന്നു. മനുഷ്യൻ എവിടെ പോകുന്നെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ തന്നെ വേഗത കൂടിയ മിന്നൽ ബസ്സുകൾ 4-5 സ്റ്റോപ്പ് തിരുവനന്തപുരത്ത് നിന്ന് വിട്ടാൽ 5ാം സ്റ്റോപ്പ് കോഴിക്കോട്, അവിടം വരെ എത്തുന്ന ബസ്സുകൾ തീർന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമായി പഴയ ട്രെയിനുകളെല്ലാം മാറ്റാൻ പോകുന്നു. വന്ദേ ഭാരതിൻ്റെ പുതിയ ട്രെയിനുകൾ അഥവാ ബുള്ളറ്റ് ട്രെയിൻ, തുരന്തോ എക്സ്പ്രസ്, ഇതെല്ലാം ഉലകത്തിൽ വരാൻ പോകുന്നു. ട്രെയിൻ പാളത്തിൻ്റെ പ്രത്യേകത, പണ്ടൊരു ട്രെയിൻ പോയാൽ പാളമെല്ലാം അവർ വന്ന് നോക്കും, വെള്ളമൊക്കെ ഒഴിക്കും, ചുറ്റിയിലിട്ട് തട്ടിയൊക്കെ ചെയ്യുമായിരുന്നു. ഇന്ന് അതൊക്കെ പോയി. ഒരു ട്രെയിൻ പോയതിന് ശേഷം കുഞ്ഞുങ്ങൾ പാടിയോല് അടുത്ത ശബ്ദം വരുമോ, കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. സ്വോത്രം. ഒരുത്തം പോകുന്നതിനൊരിക്കുക അടുത്ത് വരാനായിട്ട്. സ്വോത്രം. അങ്ങനെയുള്ള കാലം. തിരുവനന്തപുരം ശംഖുമുഖത്ത് ഒരു രാത്രി പണ്ട് 6 വിമാനമായിരുന്നു ഇറങ്ങുന്നത്. ഇന്ന് രാത്രി 8 മണിക്ക് ശേഷം പ്രഭാതം വരെ 28 വിമാനങ്ങൾ ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം. ആകാശത്തിൽ വിമാനങ്ങളുടെ ഇരമ്പൽ. അമേരിക്കയിൽ ഏറ്റവും വലിയ എയർപോർട്ടാണ് ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം, അറ്റ്ലാന്റ. 12 റൺവേ, 2 മിനിറ്റിലൊരു വിമാനം. ഒരു ദിവസം 2000 വിമാനം ഒരു എയർപോർട്ടിൽ കയറി ഇറങ്ങി ചെയ്യുന്നു. മനുഷ്യൻ എവിടേക്ക്? റോഡിനകത്ത് വാഹനങ്ങൾ, ബുള്ളറ്റ് ട്രെയിൻ, തുരന്തോ എക്സ്പ്രസ്, വന്ദേ ഭാരത്, ഡ്രീം ലൈനർ വിമാനങ്ങൾ അന്ത്യദിനങ്ങളിൽ വരുമോ? ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയായത് നഹൂം പ്രവചനം 2:4. രഥങ്ങൾ തെരുക്കളിൽ ചടിചടെ ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെപ്പോലെ അത് കുതിക്കുന്നു, മിന്നൽ പോലെ പായുന്നു. റോഡിൽ വാഹനങ്ങൾ, ആകാശത്തിൽ വിമാനങ്ങൾ, ട്രെയിനിൻ്റെ പാളങ്ങളിൽ കൂടി വേഗത്തിൽ പായുന്ന തീപ്പന്തങ്ങളെപ്പോലെ കുതിക്കുന്ന ട്രെയിനുകൾ. ഒരിക്കൽ കൂടി ദൈവമക്കളോട്, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ ചക്രം ഇങ്ങനെ ചലിച്ച് കാണുന്നത് പോലെ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിൻ്റെ പ്രവചന സൂക്തങ്ങൾ കണ്ണിന് മുമ്പിൽ നിങ്ങൾ ദർശിക്കുമ്പോൾ, മീഡിയയിൽ കാണുമ്പോൾ, ഈ രാത്രി അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ വരുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്വർഗമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ
മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഇന്ന് രാത്രി ചിലമ്പറേ തമരുകോണമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. എല്ലാ ബൈബിളും തുറന്നാട്ട് വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 19 വായിക്കാം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും നിന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മം മതി. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. കുഞ്ഞുങ്ങൾക്ക് മൈക്ക് കൊടുക്കണം, മൈക്ക് കൂടെ തന്നെ വായിക്കണം, നാട്ടുകാരും കേൾക്കണം. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല കർത്താവ്. ഇന്ന് രാത്രി വീരൻ ഇറങ്ങി വരുന്നത് നമ്മുടെ പരാജയത്തിനല്ല. ഇന്ന് രാത്രി വീരൻ ഇറങ്ങി വരുന്നത് നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ്. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഈ രാത്രി കരുണാമയനായ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ എന്ന് രാത്രി വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന വ്യർത്ഥമല്ല. യോഗം പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. നയിൻ്റെ പട്ടണത്തിൽ ഒരു വിധവ എങ്ങനെയായി അവളുടെ ഭർത്താവ് മരിച്ചുപോയി. കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് ഏകജാതനായ ഒരു പൈതൽ 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ച പൈതൽ കാലാന്തരത്തിൽ ആ കുഞ്ഞും മരണപ്പെട്ടുപോയി. ആശയെല്ലാം പറ്റുപോയി. സെമിത്തേരി ഒരുങ്ങി വീട്ടിനകത്ത് നിന്ന് കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയുമായി ഒരു കൂട്ടം സെമിത്തേരിയിലേക്ക് യാത്രയാകുന്നു. പെട്ടിക്കടക്കത്ത് കിടക്കുന്ന കുഞ്ഞിനെ പറ്റി ആർക്കും അറിയത്തില്ല, ശവമഞ്ചം ചുമക്കുന്നവർക്ക് അറിയത്തില്ല. എന്നാൽ അമ്മയുടെ വേദന സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു. ഇന്ന് രാത്രി പറയണ, ഓ ഹല്ലേലൂയ, എൻ്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, ഞാൻ കണ്ട വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ഇന്ന് രാത്രി വഴികളും വാതിലുകളും അടയുമ്പോൾ സെമിത്തേരി ഒരുപക്ഷെ നിനക്ക് വേണ്ടി ഒരുങ്ങിയെന്ന് ലോകം പറയും. ഒരുപക്ഷെ ശവപ്പെട്ടിക്കകത്ത് എൻ്റെ കുഞ്ഞിന്ന് രാത്രി എഴുന്നേൽക്കത്തില്ലെന്ന് പലരും പറയും. എന്നാൽ ആ വിലാപയാത്രയുടെ നടുവിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ്റെ കരമിറങ്ങി വന്നപ്പോൾ, ഇന്ന് രാത്രി ആ പെട്ടിക്കകത്തേക്ക് സർവശക്തൻ്റെ കരമിറങ്ങിയപ്പോൾ ചേതനയറ്റ ശരീരത്തിനകത്ത് ചലനമുണ്ടായെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ, ചില മുറുക്കപ്പെട്ട ആസ്തികൾ, ചില തകർക്കപ്പെട്ട ജീവിതങ്ങൾ ഇന്ന് രാത്രി നാഥൻ്റെ കരത്താൽ ഹല്ലേലൂയ എഴുന്നേറ്റ് ജയം പ്രാപിക്കുന്ന രാത്രിയായി മാറട്ടെ. ശംദരാധികജാന പൗടാരഭ ശംദുരെ, എന്നും കടക്കകത്ത് കടക്കാനല്ല, എന്നും പരാജയത്തോടെ കടക്കാനല്ല. നിന്റെ പിൻപിൽ സെമിത്തേരി ഒരുങ്ങിയെന്ന് ദുഷ്ടപിശാച് പറയും. ഒരുപക്ഷെ നിന്റെ ഭവനത്തിനുള്ളവർക്ക് നിന്റെ വേദന കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി വിലാപങ്ങളെ നൃത്തമാക്കുക. ഇന്ന് രാത്രി ശവമഞ്ചത്തിന് നേരെ ഇറങ്ങി വന്ന നാഥൻ്റെ കര ഈ കൺവെൻഷൻ കൂട്ടങ്ങളിലെ ആദ്യ രാത്രി എനിക്ക് വേണ്ടി വന്നാൽ ഇന്ന് രാത്രി ഞാൻ ചലനമറ്റ കടക്കുന്നവനല്ല. ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി എന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അവൻ്റെ വലങ്കരത്തിൻ്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശ്രുതിയോടെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പർദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഈ രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുവാൻ, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ അടിപ്പിണറിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ കെട്ടുകൾ, ദുഷ്ടന്റെ പോരുകൾ, മദ്യ മയക്കുമരുന്നിൻ്റെ ശക്തികൾ, ഇന്ന് രാത്രി ദേശത്ത് വ്യാപരിക്കുന്ന കുടിയിരുപ്പിൻ്റെ ശക്തികൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് തുടങ്ങി ബുധനാഴ്ച രാത്രി വരെ ജീവന്റെ വചനം ഇവിടെ മുഴങ്ങുമ്പോൾ ആത്മഹത്യയ്ക്ക് കൊതിക്കുന്നവർ യേശുവിനെ കാണുവാൻ, കുടുംബജീവിതം തകർന്നവർ യേശുവിനെ കാണുവാൻ, മദ്യപാനികൾ വീട്ടിനകത്തിരുന്ന് കരമുയർത്തുക, ജീവിതം തകർന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ നാഥന് വേണ്ടി അവരുടെ കരമുയർത്തുക. കാൽവറിയിലെ തിരുക്കരത്തിൻ്റെ വല്ലമ ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. കടന്നു വന്ന എല്ലാ മക്കളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കുഞ്ഞുങ്ങൾ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പച്ച, ദേശത്തിന് മഴ ആവശ്യമാണ്. എന്നാൽ 6 മുതൽ 10 വരെ ഞങ്ങളുടെ ദേശത്ത് മഴ പെയ്യാതെ ഒരു കുട
നിവർത്തി 4 കിലോമീറ്റർ ചെമ്പൂരും മഞ്ചങ്കോടും വലിയ വഴി ഹല്ലേലൂയ തവരുകോണോ ചിലമ്പറയും വാടിച്ചലുമല്ല ഒരു കുട നിവർത്തി സ്വർഗം കാത്തുകൊള്ളണം. ഞങ്ങൾക്കായിട്ടല്ല അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുമ്പോൾ യോശുവയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ സൂര്യനെയും ചന്ദ്രനെയും അയ്യാലൂരിലും ഗിബയോനിലും നിർത്തി അത്ഭുതം ചെയ്ത മഹാദൈവ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ യോഗ പരമ്പരകളിൽ ഉയരുത്. ക്രൂശിക്കപ്പെട്ട നാഥൻ്റെ നാമം മാത്രം ഈ യോഗ പരമ്പരകളിൽ ഉയരണം. ആദ്യോടന്തം തിരുസാന്നിധ്യത്തിൽ മറയ്ക്ക്. എല്ലാ മക്കളെയും അനുഗ്രഹിക്കും. ശബ്ദം വെളിച്ചം പ്രകൃതി എല്ലാം കാക്ക്. അങ്ങയുടെ കര ഞങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെട്ടതിനായി നന്ദി. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യം നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ, മൊത്തമായി പുതിയ നിയമം 260 അധ്യായങ്ങൾ. ഇന്ന് രാത്രി പുതിയ നിയമം 5 തലങ്ങൾ. 1 സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശു ക്രിസ്തുവിന്റെ ജനനവും നിത്യജീവിതം, മരണം, മൊഴിമുത്തുകളെല്ലാം സുവിശേഷത്തിൽ. 2 സഭയുടെ ചരിത്രം, ലൂക്കോസ് വൈദ്യൻ, അപ്പോസ്തല പ്രവർത്തികൾ. 3 തിരുസഭ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ, രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുമാനിരിക്കുന്ന നിത്യതയും മരണാനന്തര ജീവിതവും. റോമ, കോരിന്ത്യ, തെസലോനിക്ക, തീമോഥെയോസ്, എബ്രായർ, എഫേസ്യർ ലേഖനങ്ങൾ. അത് വലിയ ലേഖനങ്ങൾ. അത് കഴിയുമ്പോൾ ഈ ഉലകം അവസാനിക്കും. എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. വചനത്തിന് എതിർവരമ്പ് കടന്നു പോകുന്ന സകലരെയും ന്യായം വിധിക്കുവാൻ കർത്താവ് മടങ്ങി വരും. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസ്, ഫിലോമോൻ, യാക്കോബ്, യൂദ അവസാനം ഇങ്ങനെ എഴുതി. ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു. കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് കൊയർപ്പാടും പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ വരും. സ്വോത്രം. അത് കഴിയുമ്പോൾ ലോകത്തിന്റെ മോഹങ്ങളിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, രക്ഷിക്കപ്പെടാത്ത സകല എണ്ണത്തിനെ ന്യായം വിധിക്കുക. ഏകനും ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. നാം ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. തീർന്നില്ല. അത് കഴിഞ്ഞ് ലോകത്തിൽ പ്രതിസന്ധി വരും, കോവിഡ് വരും, മങ്കിപോക്സ് വരും, ഷിഗല്ല വരും, കൊറോണ വരും. അത് കഴിഞ്ഞ് ഇനി വരുന്ന മാരകമായ സോംബിയാൻ. ഇതെല്ലാം ലോകത്തിൽ വരും. അത് കണ്ടിട്ട് ഉപദേശിമാരുടെ വിശ്വാസം, ഞങ്ങൾക്ക് കാശ് കിട്ടാതെ വരുമ്പോൾ പിന്നെ തമ്പേർ കൊടുക്കത്തില്ല, പുസ്തകം എടുക്കത്തില്ല. സ്വോത്രം. നിങ്ങൾക്ക് അനുഗ്രഹം വരാതെ ഇരിക്കുമ്പോൾ പിന്നെ സഭയിലും വരത്തില്ല. ഞങ്ങൾ മീൻ പിടിക്കാൻ പോകും, നിങ്ങൾ തൊഴിലുറപ്പിന് പോകും. അത് കണ്ടിട്ടാണ് സ്വർഗം പറയുന്നു, വീടാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയുടെ നിത്യതയിൽ എത്തിക്കുന്ന നാഥന്റെ വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ യോഗത്തിന്റെ അവസാനം മതിൽ ചാടത്തില്ല. പ്രത്യാശയുള്ളവൻ സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, ആമേൻ കർത്താവായ യേശുവേ വരേണമേ. അവന് വേണ്ടി സ്വർഗത്തിലെ ദൈവം യോഹന്നാനിൽ കൂടി ഒരു പ്രത്യാശ കൊടുത്തു. ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ ചെമ്പൂരിൽ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, മദ്യപാനി വീണ്ടും കുടിക്കട്ടെ, അശുദ്ധനാകട്ടെ. എന്നാൽ വിശുദ്ധൻ ഒരിക്കൽ കൂടി താഴ്ന്നു നിന്നുകൊണ്ട് സ്വർഗമുഖത്തേക്ക് നോക്കി പറയണം, ആമേൻ കർത്താവേ യേശുവേ വരണമേ. സകലർക്കും പ്രതിഫലവുമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരും. AD 30 ഏപ്രിൽ മാസം കാൽവറിയിലെ ക്രൂശീകരണം. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ആടിന്റെ യാഗം എവിടെ? 1-ാമത്തെ കുടുംബം, ആദമ്യ കുടുംബത്തെ ഏദന്റെ പൂങ്കാവനത്തിനകത്ത് സ്വർഗം സംയോജിപ്പിച്ചു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം നിലത്തപ്പൊടിയിൽ നിന്ന് മെനയപ്പെട്ട കുടുംബത്തിനകത്ത് തോട്ടത്തിന്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും വൃക്ഷം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ കൽപ്പന നിരസിച്ചുകൊണ്ട് ഹവ്വ ഭക്ഷിക്കുകയും ആദം അത് കൂടെ ഭക്ഷിച്ചപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ കണ്ട് 1-ാമത്തെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം കൊടുത്ത രക്ഷയുടെ വസ്ത്രം അവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മരത്തിന്റെ ഉരിയാടകൾ കൊണ്ട് തോട്ടത്തിന് പുറത്തായി. സന്ധ്യയെങ്കിൽ ഒരു ശബ്ദം കേൾക്കുന്നു, ആദമേ നീ എവിടെ? പാപം ചെയ്ത മനുഷ്യനെ തേടി വന്നവന്റെ കർണപടങ്ങളിൽ ശബ്ദം കൊടുക്കുന്ന സ്വർഗത്തിലെ ദൈവം. 1 പാപത്തിൽ നിന്ന് വിമുക്തിക്ക് വേണ്ടി മരമുരിയാടകൾ തീർന്ന ഭാഗം. 2 ഒരാടിനെ ഇറക്കപ്പെടുന്നു. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാം. വാഗ്ദത്തകാലത്ത് ഒരു സന്തതി ഇസഹാക്കിനെ മോറിയ ദേശത്തേക്കുള്ള മലയിലേക്ക് കൊണ്ടുവരുന്നു. യാഗപീഠത്തിനകത്ത് സമർപ്പിക്കുവാൻ. കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗപീഠത്തിനകത്ത് സമർപ്പിക്കേണ്ട മൃഗം. അപ്പൻ പറഞ്ഞേ, യഹോവ കരുതിക്കൊള്ളു. പ്രിയ പൈതലുമായി അബ്രഹാം എവിടെ എത്തിയെന്നറിയാമോ? മോറിയാദേശത്തുള്ള മലയിലെത്തി കൈകാലുകൾ ബന്ധിച്ച് വിറകിന്റെ കെട്ടിനകത്ത് ഏകജാതനായ തൻ്റെ പുത്രനെ സമർപ്പിക്കുവാൻ അവസാന നിമിഷം വാൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞു, അയ്യോ ആ കുഞ്ഞിന്റെ മേൽ കൈവെക്കണ്ട. അവന് പകരമായി ഒരു ആട്ടിൻകുട്ടി കടന്നു വരുന്നുണ്ട്, അതിനെ അറക്കണം. കണ്ടോ? ഒരു കുടുംബത്തിന് വേണ്ടിയല്ല, ഒരു കുഞ്ഞിന് വേണ്ടി ആട്ടിൻകുട്ടി.
എന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ, ഒരു വഴിയായി അബ്രഹാമും പ്രിയ പൈതലും വരുമ്പോൾ മറുവഴിയായി സ്വർഗത്തിലെ ദൈവം ആരും അറിയാതെ ഒരു ആട്ടിൻകുട്ടിയെ മലഞ്ചെരുവിലേക്ക് അയച്ചുവെങ്കിൽ ഇന്ന് രാത്രി പറയണം, ദൈവത്തിനൊരു പ്ലാനുണ്ട്. ദൈവത്തിന് എന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ തകരുവാനും പതർവാനും അനുവദിക്കത്തില്ല. എൻ്റെ നീറുന്ന വിഷയത്തിനകത്ത് മറുകരയിൽ കൂടി ഒരു ആട്ടിൻകുട്ടിയെ പകർന്നു കൊണ്ടു തരുവാ. ഇസഹാക്കിൻ്റെ യാഗപീഠത്തിനകത്തിറങ്ങിയ കര എനിക്ക് വേണ്ടി ചലിക്കപ്പെടുന്ന രാത്രി. ഒന്ന്, ഒരു പൈതലിന് വേണ്ടി ആട്ടിൻകുട്ടി. രണ്ട്, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോ ദൈവാലയം പടുത്തു. രണ്ട്, ഇസ്രായേൽ ജന പെസഹ പെരുന്നാൾ കണ്ടു. കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശയുടെ കരങ്ങൾ സ്വർഗം ഒരു ചുള്ളിപടി. അന്ന് രാത്രി മുഴുവൻ സ്വർഗം കിഴക്കൻ കാറ്റടിപ്പിച്ചു. 30 ലക്ഷം ജനം മറുകര കടന്നു. ഒരു കൂട്ടം ജനത്തെ വിടുവിക്കുവാൻ ആയിരക്കണക്കിന് ആടുകളെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും. മൂന്ന്, വീണ്ടും മനസ്സിലാക്കണം, ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം 1,52,000 ആടുകളെ ഇറത്തു. ആടിൻ്റെ രക്തം ദൈവാലയത്തിൽ കൂറ് നോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ നീക്കമുള്ളത്. ദൈവ സാന്നിധ്യം ഇറങ്ങിയ ദേവാലയത്തിനകത്ത് കാലത്തിൻ്റെ യവനിക്കകത്ത് പാപവും കാപന് മദ്യപാനവും അതുപോലെ തന്നെ ടൈഫോയിഡ്, വീട്ടിനകത്ത് അവിഹിത ഗർഭവും ഇതെല്ലാം വന്നപ്പോൾ യഹൂദനടക്കമുള്ള ജാതികൾ ചെയ്യുന്ന മ്ലേച്ഛമായ ആരാധന, വിഗ്രഹങ്ങൾക്ക് മുൻപിനകത്ത് ഊനമൃഗങ്ങളെ കൊണ്ടുവന്നിറക്കുക, ആടിനെയും കുറുപ്രാവിനെയും മിണ്ടാപ്രാണികളെയും മറത്തു തുടങ്ങിയപ്പോൾ പാവപ്പെട്ട കുറുപ്രാവിൻ്റെയും മിണ്ടാപ്രാണിയായ ആടിൻ്റെയൊക്കെ രക്തം വീണപ്പോൾ സ്വർഗം പറഞ്ഞ അയ്യോ അയ്യോ, എന്നും ഈ മിണ്ടാപ്രാണികളുടെ കുറുപ്രാവിൻ്റെ രക്തം വീഴണ്ട. സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ഹല്ലേലൂയ. ആർ പോക, പിതാവിൻ്റെ മടിയിൽ അവനുണ്ടായിരുന്നു. ഞാൻ പോക. ആ കുഞ്ഞാടിനെ ഇന്ന് രാത്രി മുതൽ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പെന്തിക്കോസിൻ്റെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, CSIയുടെ പാപമല്ല, മനുഷ്യകുലത്തിൽ ജനിച്ച സകല മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. അതുകൊണ്ട് യേശു വന്ന് ഒറ്റ കാര്യമാ പറഞ്ഞ, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ ജീവൻ. തീർന്നില്ല. അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒന്ന്, ഒരു പൈതലിന് വേണ്ടി ഒരാടറുക്കപ്പെട്ടു. രണ്ട്, ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആടുകൾ അറുത്തു. മൂന്ന്, ആലയത്തിനകത്ത് ദൈവ തേജസ് ഇറങ്ങുവാൻ അനവധി ആടുകളെ അറുത്തെങ്കിൽ ഇനി ആട്ടിൻ്റെ യാഗം വേണ്ട, സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടറുക്കപ്പെട്ടു. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ബൈബിളിനകത്ത് യേശുക്രിസ്തുവിൻ്റെ നിത്യജീവൻ്റെ മൊഴികളിൽ 4 ഭാഗം കഴിഞ്ഞ് 5-ാമതൊരു ഭാഗമുണ്ട്. 1, അവൻ്റെ ജനനം. 2, അവൻ്റെ ജീവിതം. 3, അവൻ്റെ മരണം. 4, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇത്രയും നമ്മൾ കണ്ടു കഴിഞ്ഞു. 5-ാമത്തെ ഒരു ഭാഗമുണ്ട്, ഞങ്ങൾക്കും ഇഷ്ടമല്ല നിങ്ങൾക്കും ഇഷ്ടമല്ല, രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരും. സ്വോത്രം. അതാണ് നമ്മുടെ ദൈവസഭയുടെ പ്രത്യാശ. 4 ഭാഗം കണ്ടെങ്കിൽ 5 അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. ഇന്ന് രാത്രി AD 30 കാൽവറിയിലെ ക്രൂശീകരണം. 2 കള്ളന്മാരുടെ നടുവിൽ എൻ്റെ നാഥൻ പരമയാഗമായി. ശ്രദ്ധയോടെ. അതിനുശേഷം ഭരണകൂടങ്ങൾ മാറി മറിയുന്നു. ഹേരോദാവും പീലാത്തോസും 5 പ്രാവശ്യം, ഈ 5 അരമനകളിൽ 7 പ്രാവശ്യത്തിൻ്റെ ന്യായവിധിയായി 2 കള്ളന്മാരുടെ നടുവിൽ നാഥൻ പരമയാഗമായി. ആ കാലഘട്ടത്തിന് ശേഷം ക്രൂരമായ പീഡനകാലം. അന്നത്തെ ഭക്തന്മാരെല്ലാം കാലപുരിക്ക് അയക്കുവാൻ റോമാ ഗവൺമെൻറ് കൽപ്പന കൊടുക്കുന്നു. സ്തേഫാനോസ് എന്ന് പറയുന്ന ഭക്തന് കല്ലെറിഞ്ഞ് ശൗൽ എന്ന പ്രിയപ്പെട്ടവൻ ബെന്യാമിൻ ഗോത്രക്കാരൻ തട്ടിക്കളയുന്നു. പിന്നത്തതിൽ ശൗൽ തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് അവസാന ദിവസങ്ങളിൽ അവൻ വചനത്തിൽ 14 ലേഖനങ്ങൾ തിരുസഭയ്ക്ക് എഴുതിക്കൊണ്ട് ഓസ്ട്രിയയുടെ ചന്തയ്ക്കകത്ത് മർമാട്ടിൻ ഗുഹയ്ക്കകത്ത് കിടക്കുമ്പോൾ ഒരു രാത്രി അവൻ്റെ മുൻപിലേക്ക് പട്ടാളക്കാർ വന്നിട്ട് പറഞ്ഞു, ശൗലേ ശൗലേ, പൗലോസെ, നാളെ നിൻ്റെ അന്ത്യമാ. നാളെ ഓസ്ട്രിയയിലെ ചന്തയിൽ കൊണ്ടുവന്ന് പച്ചയ്ക്ക് കയ്യും കാലും വെട്ടുന്നത് പോലെ നിൻ്റെ തലയറുത്തു മാറ്റുക. ആ സമയത്ത് ശൗൽ ഒത്തിരി ശാരീരികമായ ക്ലേശത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തൻ്റെ ഒരു പ്രിയ പൈതലുണ്ടായിരുന്നു, അസോസിയേറ്റ് പാസ്റ്റർ എന്ന് പറയാം, തിമത്തിയോസ്. അവനെ വിടൂ, വെള്ളറുടെയോ അത് കഴിഞ്ഞിട്ടല്ലെങ്കിൽ 5 മരക്കാലൊക്കെ ട്രാക്ക് കൊടുക്കാൻ പോയിരിക്കും. അവനെപ്പറ്റി ഒരു വിവരവുമില്ല. ഈ കുഞ്ഞ് പ്രഭാതത്തിലോ അടുത്ത ദിവസം മടങ്ങി വരുമ്പോൾ ഉപദേശിയെ കണ്ടില്ലെങ്കിൽ അവന് പ്രത്യാശയ്ക്ക് വേണ്ടി ഒരു വാക്യമാണ് ജയിലിനകത്ത് എഴുതിയത്. അന്ന് ഇതുപോലെ ഗ്ലാസ്സിനകത്തല്ല, ചായ ചിരട്ടയ്ക്കകത്ത് വെള്ളം കുടിക്കുമ്പോൾ എവിടെയോ കിടക്കുന്ന ഒരു കരിക്കട്ടയുടെ തുണ്ടെടുത്ത് പൗലോസ് കാരാഗ്രഹത്തിൻ്റെ മണ്ണിനകത്ത് ഇങ്ങനെ പതിച്ചു വെച്ചു, ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീ മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലേ, വിഷമിക്കേണ്ട തിമത്തിയോസേ, നമുക്ക് 2 പേർക്കും പ്രതിഫലവുമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരും. സ്വോത്രം. ഇതാ ദൈവ പൈതലിൻ്റെ പ്രത്യാശ. പിറ്റേന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ, മരത്തിൻ്റെ ഹല്ലേലൂയ തടിയറക്കുന്നത് പോലെ ശൗലിൻ്റെ കഴുത്ത് കരാളഹസ്തങ്ങളായി റോമൻ്റെ പടയാളികൾ അറുത്തു വീഴുമ്പോൾ ജോസീഫസ് തങ്കവാക്കുകൾ എഴുതി അവൻ്റെ നാവ് ചലിച്ചു കൊണ്ടിരുന്നു. പ്രത്യാശയുടെ പൊൻകർണ ഇവിടെ തീർന്നാലും ആക്കര നാട്ടിൽ എനിക്കൊരു വാസമുണ്ട്. സ്വോത്രം.
ഇന്ന് രാത്രി. അതിനുശേഷം പത്രോസ്ലീഹ നേരെ ക്രൂശിക്കുവാൻ കൊണ്ടുവന്നു. അവൻ പറഞ്ഞു, അയ്യോ നാഥൻ എങ്ങനെ ക്രൂശിച്ച്, എന്നെ അങ്ങനെ ക്രൂശിക്കേണ്ട. തല കീഴായി പത്രോസ്ലീഹ ക്രൂശിച്ചു. അത് കഴിഞ്ഞ് യാക്കോബ് അപ്പോസ്തലൻ അവൻ്റെ തല വെട്ടിമാറ്റി. AD 72 ഇന്ത്യയിലേക്ക് കടന്നു വന്ന അപ്പോസ്തലനായ തോമാസ് ലീഗയും മൈലാപ്പൂരിൽ വധിക്കപ്പെട്ടു. സകല അപ്പോസ്തലന്മാരും കാലപുരിക്ക് അയച്ച ഒരു കാലമായി ഇത് മാറി. ആ കാലഘട്ടത്തിൽ ആരൊക്കെ? ഹെരോദാവും പീലാത്തോസും. അതിനുശേഷം വീണ്ടും ഭരണാധികാരികൾ മാറി. ഈ യെരുശലേമിൻ്റെ ദൈവാലയം തകർത്ത ടൈറ്റസ്, അത് കഴിഞ്ഞിട്ട് റോമാ നഗരത്തെ ചുട്ടരിച്ച നീറോ, അത് കഴിഞ്ഞ് അവൻ്റെ തലമുറയായി വെസ്പേഷ്യൻ, അത് കഴിഞ്ഞ് വീണ്ടും 2 പേര് വന്നു, ലൗദിയോസ്, ക്ലൗഡിയോസ്. അവസാന കാലഘട്ടം AD 90 അന്ന ഡൊമേ. ഈ വരുന്ന 90 കാലഘട്ടത്തിൽ ഒരുവൻ വന്ന്, അവൻ്റെ പേര് ഡൊമേഷൻ. ഡൊമേഷൻ വന്നുടനെ ചോദിച്ചു, തച്ചൻ്റെ മകൻ യേശുവിൻ്റെ രക്ഷകനെന്നോ നിത്യജീവൻ്റെ മണിമത്തെന്നോ ഉലകത്തിൻ്റെ രാജാവെന്നോ അവർ പറയത്തില്ല. തച്ചൻ്റെ മകൻ്റെ വചനം പറയുന്ന ആരെങ്കിലും നമ്മുടെ റോമിൻ്റെ സാമ്രാജ്യത്തിലുണ്ടോ? അവർ പറഞ്ഞു എല്ലാവരെയും കാലപുരിക്ക് അയച്ചു. ഇപ്പം 2 പേർ മാത്രമായിരുന്നു. അതിലിപ്പോൾ അവസാനമായി ഒരുവനുണ്ട്, യോഹന്നാൻ. എവിടെ കിടക്കുന്നു? യോഹന്നാൻ ഇപ്പോൾ കിടക്കുന്നത് തുർക്കിയിലെ ഏഷ്യ മൈനറിൽ. അവിടെ ആസിയയിലെ 7 സഭയുമായി AD 64 യാത്രയായി. അവിടെ സഭയെല്ലാം സന്തോഷത്തോട് പോയിക്കൊണ്ടിരിക്കുക. എഫെസോസും ലവോദിക്കയും സ്വർണ്ണയും തുതയൂരയും പെർഗമോസും സർദീസും ഈ ഫിലാഡൽഫിയ 7 സഭകളിലെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുക. അപ്പം പറഞ്ഞ് ഇനി അവൻ ഇവിടെ കൊണ്ടുവരേണ്ട 10-90 വയസ്സുണ്ടല്ലോ, ഒരു കൽപ്പന തരാം. കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന കൊടുത്തു. അരണ്ട വെളിച്ചത്തിൽ റോമിൻ്റെ പടയാളികൾ 6 കുതിര 12 പടയാളികൾ എവിടത്തേക്ക് പോയി? ഡൊമേഷൻ്റെ കൽപ്പനയുമായി യോഹന്നാൻ്റെ അടുത്തേക്ക് പോയി. എഫെസോസ് സഭയുടെ ശുശ്രൂഷകനായി പ്രഭാതത്തിൽ തോറയുടെ ചുരുളുകൾ, സംഖ്യ, ലേവിയ, ആവർത്തനം ഇതൊക്കെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടയാളികൾ ചെന്ന് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച താങ്കളുടെ അന്ത്യം അടുത്തിരിക്കുക, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ പിടിക്കുകയാണ്, താങ്കളെ കൊണ്ടുപോവാ. കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി കൊല ചെയ്യുവാനുള്ള പരിപാടിയാണ്. ചർച്ചിനകത്ത് ആരുമില്ല, ആരോടും പറയുവാൻ ഒരു വാക്കുകളില്ല. ഏകദേശം 90 വയസ്സ് കഴിഞ്ഞ് ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ കൈവിറയ്ക്കുന്ന അപ്പച്ചൻ്റെ കൈകളിലേക്ക് റോമിൻ്റെ മൂർച്ചയേറിയ വിലങ്ങുകൾ വീണുകൊണ്ട് അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി. 5 മണിയായപ്പോൾ ഒരു തടിയുടെ പ്രതലത്ത് കിടത്തി. 6 മണിക്ക് മുഖാഭരണം ധരിപ്പിച്ചു. മുഖാഭരണം ധരിപ്പിച്ചതിന് ശേഷം ക്യാൻസറിന് റേഡിയോ തെറപ്പി കൊടുക്കുന്നതിന് സ്കെച്ച് ചെയ്യുന്നത് പോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. 6:30 ആയപ്പോൾ കൽപ്പന വായിച്ചു. 1ാമത്തെ സൈറൺ. 7 മണിക്ക് ക്രൂരനായ ഒരു പടയാളി ജയിലിനകത്ത് തൂക്കുകാരെ കൊല്ലുന്നത് പോലെ മൂർച്ചയേറിയ ഒരു ആയുധവുമായിട്ട് വന്ന് യോഹന്നാൻ അപ്പോസ്തലനെ തീർത്ത് കളയുവാൻ. യോഹന്നാൻ അപ്പോസ്തലന്റെ എണ്ണനാളത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് കൈവച്ച് വാള് കൊണ്ട് കീറുവാൻ തുടങ്ങിയപ്പോൾ, ശരീരം കീറാൻ തുടങ്ങിയപ്പോൾ, താഴോട്ട് നീങ്ങുമ്പോൾ ശരീരം ഒട്ടിപ്പിടിക്കുന്നു. കീറുന്ന പടയാളിക്ക് പിടികിട്ടി ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. ആയിരക്കണക്കിന് ശരീരത്തിനകത്ത് റോമിൻ്റെ പടയാളി മൂർച്ചയേറിയ വാൾ കുത്തിയിറക്കിയ മനുഷ്യൻ കയ്യിലിരുന്ന വാളെടുത്ത് താഴേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല, ഇദ്ദേഹത്തിൻ്റെ അകത്ത് എന്തോ ഒരു അസാമാന്യ ശക്തിയുണ്ട്. ശിക്ഷാവിധിയിൽ നിന്ന് യോഹന്നാനെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, കർത്താവിൻ്റെ ദാസനെ കാരാഗ്രഹത്തിനകത്ത് അവനെ വിടുവിക്കുവാൻ ആരുമില്ലായിരുന്നു, പക്ഷേ എന്തുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ ശരീരത്തിനകത്ത് വാള് കയറിയിട്ട് മരിച്ചില്ല? മരിക്കാതിരിക്കാൻ ഒരു കാര്യമുണ്ട്. അന്ന് അവനെ പറ്റി സ്വർഗത്തിലെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിൻ്റെ പേര് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ പറയണം, എന്നെപ്പറ്റി, എൻ്റെ കുടുംബത്തിനെ പറ്റി, എൻ്റെ തലമുറയെ പറ്റി സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു ക്യാൻസർ എനിക്കെതിരെ ആഞ്ഞടിച്ചാലും, RCCയുടെ വാതിലുകൾ അടഞ്ഞാലും ഇന്ന് രാത്രി പറയണം, എൻ്റെ വീട്ടിനകത്ത്, എൻ്റെ സഭയ്ക്കകത്ത് ഞാൻ കണ്ണുനീരോടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി എൻ്റെ കുടുംബത്തിനകത്ത് കടന്നു വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹാർട്ട് അറ്റാക്കുകൾ പല പ്രാവശ്യം വരാം, കിംസും നിംസും നിന്നെ തള്ളാം. അതിൻ്റെ നടുവിൽ ഇനി അവർ പറയും ബൈപ്പാസ് സർജറി നടക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ആരാധിക്കുന്ന അപ്പച്ച അമ്മച്ചി, രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ ബൈബിളിനകത്ത് തുണ്ടെഴുതി കരഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ കണ്ണുനീരാ ജീവന്റെ വചനത്തിൽ വീണെങ്കിൽ ആ വചനത്തിൻ്റെ നന്മ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല.